ഇതാരാ ഇങ്ങനെ ഇട്ട ബാഗ്? കുഞ്ഞുണ്ണിയോ? ഞങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര ഉണ്ട്? ഞാൻ ഇക്കും സുകന്യക്കും ഓണക്കോടി എടുത്തോട്ടോ. അപ്പൊ അത് കണ്ടപ്പോ മുതലില്ലേ ഇവിടെ ഇങ്ങനെ എങ്ങനെ പറയാ തൊണ്ട് അരിക്കുളിക്കാന്ന് പറയില്ലേ അതുപോലെ അപ്പൊ തുടങ്ങിയതാണ്. അമ്മൂട്ടിക്കില്ലേ ഒരു മഞ്ഞ ഡ്രസ്സ് കോഴിക്കോട് നിന്ന് അമ്മ വരുമ്പോ കൊണ്ടുവന്നതുണ്ട് വല്യമ്മ. ഇക്കോ ബിന്ദു ചേച്ചി ഒരു സാരി എടുത്തു തന്നു. അല്ലാതെ ഓണക്കോടി എവിടെ എത്തി? അപ്പൊ അത് നീടാത്ത നിന്റെ കുറ്റ, ഞാനത് ഇട്ടിട്ടല്ലേ. എന്താ തർക്കിക്കുന്നത്? അമ്മൂന്റെ സൗണ്ട് ഏട്ടാ മൈക്കെന്ന് വെച്ച് കൊടുക്ക. അമ്മൂന്റെ സൗണ്ട് കേൾക്കില്ലാന്ന് പറയണവർക്കൊന്ന് സൗണ്ട് വെച്ച് കൊടുക്കട്ടെ. തർക്കിക്കലാണ്. അമ്മൂട്ടിയെ നിനക്ക് സാരി എടുത്തു. പാവന്റെ ചെക്കനേട്ടോ അത് പറയാതെ ട്രൗസർ എടുത്തു. അവന്റെ ട്രൗസർ എടുത്തിട്ട് എന്താ അമ്മൂട്ടിക്കില്ലേ ആ മഞ്ഞ ഇതുണ്ട്. പിന്നെ അച്ചൂട്ടിക്കാണ് വെച്ച പിറന്നാളിന് എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്തിനെടുത്ത്? അച്ചൂട്ടിക്ക് പിന്നെ അച്ചൂട്ടിയുടെ അമ്മൂട്ടിക്ക് അച്ചുട്ടിക്ക് ഞാനൊന്ന് എടുത്തു കൊടുത്തു. എടുക്കില്ല ചേട്ടാ, എടുക്കില്ല ചേട്ടാ. ഞാന് പുറത്തേക്ക് എവിടേക്കെങ്കിലൊക്കെ പോണിയുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോണ്? എവിടേക്ക് പോണ്ട. ലുലുമാളല്ലേ നിനക്ക് വേണ്ടുള്ളൂ. നിനക്ക് വേറെ ആകെ അമ്മ വിട്ട പറയുന്ന ഒരു കാര്യമാണ്. ഇക്ക് ലുലുമാളിൽ പോണം, ഇക്ക് ലുലുമാളിൽ പോണം. ഇനി ഓണം കഴിയുന്നവരൊക്കെ തൊഴിലുണ്ടാവില്ല. ഞാൻ എടുത്ത തുണി എത്രയെന്നറിയോ? ആകെ ചുരിദാറിന് എടുത്തത് 350 രൂപയുടെ കേട്ടോ. 700. അത് സെയിൽ ചെയ്യാൻ എടുത്താ അപ്പോഴൊക്കെ കുഞ്ഞച്ചനും പറഞ്ഞു. കുഞ്ഞുണ്ണിക്ക് കിച്ചുവിനും എടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ അച്ഛമ്മയ്ക്ക് കൊടുത്തു, അമ്മമ്മയ്ക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. കുഞ്ഞച്ചനും എല്ലാവർക്കും കൊടുത്തു. അതെ അതെ അതെ. സമരം തുടങ്ങാൻ അതിപ്പോ കരയുണ്ടോ? ഇപ്പൊ കരയാണ്. സത്യമായിട്ട് അച്ഛൻ വാങ്ങിയിട്ടില്ല, വെറുതെ പറഞ്ഞതാണ് കുഞ്ഞച്ഛൻ. വെറുതെ ഞാനില്ലേ വെറുതെ ഇവരോട് എന്താ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലാന്നോ? ഞാന് സാരിയൊക്കെ എനിക്ക് അത്യാവശ്യത്തിനൊക്കെ അറിയാട്ടോ. ചില സമയത്ത് വാരിപ്പൊത്തിയ പോലെ ഉണ്ടാവും. ചില സമയം എനിക്ക് സാരി കൊടുക്കുമ്പോഴേ കുറേ സമയം വേണം. ഇന്റെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്ന് നമുക്ക് ഡെലിവറി ആയ എല്ലാ ചേച്ചിമാരാണോ വെച്ചാൽ അമ്മമാരാണോ വെച്ചാൽ എൻ്റെ അനിയത്തിമാരാണോ വെച്ചാൽ എല്ലാവരും പറഞ്ഞ ഒരു വാക്കുണ്ട് കേട്ടോ. പ്രസ് ചേച്ചി അടിപൊളിയാണ്, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ആ വോയിസ് മെസ്സേജ് കേൾപ്പിക്കണോ? എന്റെ സാരി കാണിച്ചു കൊടുക്കണം. അച്ചുട്ടി എന്താ സംസാരിന്റെ ഫോൺ എടുക്കുക. അതല്ല രസം. കാരണം എല്ലാവരും അതിലൊരു ഒന്ന് മാത്രം കേട്ടോ, നമ്മുടെ എന്താ ശംഖുപുഷ്പത്തിന്റെ ഫാൻസി സാരിയിൽ ബ്ലൗസ് ഇല്ല. അത് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ബാക്കി എല്ലാറ്റിലും ബ്ലൗസ് ഉണ്ട്, അവർക്ക് കിട്ടിയതിൽ മാത്രം ബ്ലൗസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു റിട്ടേൺ തിരിച്ചയച്ചോളി, ഞങ്ങള് എന്താ വേറെ അയച്ചു തരാന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല ഏട്ടാ. എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരു കൊടുത്തു. ഇപ്പൊ എന്താ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, കുറച്ച് ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മൽക്കോട്ടൻ അതേപോലെ കല്യാണി കോട്ടൺ അങ്ങനെയൊക്കെയുള്ള സാരികൾ കൊണ്ടുവരുമോ, ഞങ്ങൾ ചേച്ചി വാങ്ങാൻ. പക്ഷെ നമ്മള് അപ്പൊ അവര് അപ്പൊ അവര് ഓണത്തിനപ്പൊ ഇനി എവിടേക്കും പോവാൻ പറ്റില്ല.
പൂവമ്പുട്ടി. അപ്പൊ അപ്പൊ 10 ദിവസം ഇനി വീട്ടില് ഇല്ല, നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്രകാരം 10 ദിവസം വീട്ടിലല്ല, പൂവ് നമ്മള് നമുക്ക് രണ്ടുപേർക്ക് റോട്ടിക്ക് ഇറങ്ങിക്ക, വണ്ടിയുടെ എത്ര വണ്ടി നോക്കിട്ട് ഇങ്ങോട്ടെ അമ്മ നൈറ്റി ഉണ്ട്, സാരി ഉണ്ട്, നമ്മള് ടോപ്പുകൾ ഇറക്കണുണ്ട് കേട്ടോ. അപ്പൊ എല്ലാതും നൈറ്റി ഒക്കെ നമ്മൾ വിചാരിച്ചില്ല ഇത്ര, ആകെ നമ്മൾ കുറച്ച് പീസേ എടുത്തുള്ളൂ. പക്ഷെ ആ കുറച്ച് പീസും അപ്പൊ തന്നെ സെയിലായി. നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ സെയിലായിട്ടോ. ഇനി 2 പീസോ മറ്റുള്ളൂ. അപ്പോഴേ എന്താ ഇന്ന് നമ്മുടെ കുറേ കൊറിയർ എത്തിയിട്ട് കുറച്ച് പേര് നമുക്ക് വോയിസ് മെസ്സേജ് അല്ലാണ്ട് നമുക്ക് ടൈപ്പ് മെസ്സേജ് ഇങ്ങനെ ഇടുന്നുണ്ട്. ചിലവർ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്, ചിലവർ നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് വോയിസ് ഇടാം. എനിക്ക് നല്ല ഭംഗിയുണ്ട് സാരി. ഇപ്പതാ കൊറിയർ കിട്ടി. എനിക്ക് അമ്മായിയമ്മക്ക് കൊടുക്കണായിരുന്നു ഓണത്തിന് മുമ്പ്, അതുകൊണ്ടാ. ശരി, താങ്ക്സ്. പിന്നേനും നിങ്ങൾ കളക്ഷൻസ് കൊണ്ടുവന്നാൽ ഞാൻ പിന്നെ ഓർഡർ ചെയ്യാട്ടാ. ശരി ശരി. ഹായ് പ്രസി ചേച്ചി, ഞാൻ ഓർഡർ ചെയ്തിരുന്ന സെറ്റ് മുണ്ടും സാരിയും മാലയും എല്ലാം കിട്ടി. കുറച്ചു മുമ്പാണ് കിട്ടിയത്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ക്വാളിറ്റി സൂപ്പറാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഹാപ്പി ഓണം. ചേച്ചി, ബുക്ക് ചെയ്ത സാരി കിട്ടിട്ടോ, നല്ലതാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്ത, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായി അമ്മയ്ക്ക്. വിചാരിച്ചതിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ലുക്കാണ് കാണാനായിട്ട്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ്, നല്ലതാണ് വളരെ. അതിന് അവര് നമ്മുടെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഇത് വേറെ കേട്ടോ, എന്റെ വക നിങ്ങൾക്ക് എല്ലാവർക്കും. അത് വേറൊരു അമ്മ. സെറ്റും മുണ്ടും കിട്ടി കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്. ഹായ് പ്രസി ചേച്ചി, ഞാൻ ഓർഡർ ചെയ്തിരുന്ന സെറ്റ് മുണ്ടും സാരിയും മാലയും എല്ലാം കിട്ടി. കുറച്ചു സാരി കിട്ടിട്ടാ, നല്ല ഭംഗിയുണ്ട് സാരി. ഇപ്പതാ കൊറിയർ കിട്ടി. എനിക്ക് അമ്മായിയമ്മക്ക് കൊടുക്കണായിരുന്നു ഓണത്തിന്. സാരി വീട്ടിലെത്തി, വിചാരിച്ചതിലും നേരത്തെ എത്തി. മെറ്റീരിയൽ നന്നായിട്ടുണ്ട്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. കസവിന്റെ കളറും അടിപൊളി ആയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇതില് എന്താ ഇടയ്ക്ക് ചിലത് വന്നു പോയിട്ടുണ്ട് കേട്ടോ. ഹലോ പ്രസി, ഞങ്ങളെ അയച്ച മറ്റേ സെറ്റ് കൊണ്ട് കിട്ടിയിട്ട് അമ്മയ്ക്ക് ഇന്നലെ കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമായി അമ്മയ്ക്ക്. ഓണത്തിന്റെ ഈ സമയത്ത് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പൊ ഞാനിങ്ങനെ ഓൺലൈനില് പല ഇങ്ങനെ ഡ്രസ്സിന്റെ ഇതൊക്കെ കാണാറുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. കാരണം നമുക്ക് അങ്ങനെ അത്ര ഇത് ക്ലോസ് ആയിട്ട് ആരും അങ്ങനെ ഇല്ല. പിന്നെ ഇതിപ്പോ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് എന്തോ നമ്മുടെ വീട്ടിലെ ഒരാളെന്നുള്ള ഒരു പോലെ. അത് പിന്നെ ഒരു അമ്മ അനുഗ്രഹിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് എങ്ങനെ പറയാ, ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി എല്ലാവരും അതിൽ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സന്തോഷമല്ലേ അമ്മു? എന്താ നമ്മുടെ ഒരു ഫോണ് ഒരു ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് കുറേ ഫോട്ടോസുകൾ അതിൽ കാണിക്കുമ്പോൾ കളർ ചെറിയ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ചെയ്യണത് ആത്മാർത്ഥതയോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്കത് ചെയ്തു തരണം. ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണോ വെച്ചാലും ഒക്കെ നമ്മൾ പോയി ഒരുപാട് നേരം തെരഞ്ഞ് പിടിച്ച് ഫോണും കേടുവരാറായി. ഇതിൻ്റെയൊക്കെ ഇതിലും കുറേ ഇതാട്ടോ നമ്പർ പോയി. ഇതാ ഇങ്ങനെ കണ്ടോ, ഈ ഇത്ര വരെ ഭാഗം കേടുവരാൻ തുടങ്ങിയിട്ടാ, കണ്ടില്ലേ 2 സൈഡും. ഇനി ഇത് എത്രത്തോളം നിൽക്കുന്നറിയില്ല. ഇതിലും എന്താ ഒരു ഫോണൊക്കെ എടുക്കണം നമുക്ക്. അപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത് അറിയോ, നമ്മൾ ചെയ്യണത് ആത്മാർത്ഥയോടെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ അതാണ്. പിന്നെ ഇതിൽ നമ്പർ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വലിയൊരു മെസ്സേജ് ഒരു ചേച്ചി അയച്ചിട്ടുണ്ട്. അവരിങ്ങനെ നമ്മൾ പറയുന്നില്ല കേട്ടോ, ഓരോ നമ്മൾ വാങ്ങണതാണ് അങ്ങനെ ഓൺലൈനിൽ നിന്ന്. അപ്പൊ ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങി പ്രസി എൻ്റെ 1700 രൂപ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജ് ഇട്ടിരുന്നു.
അതൊന്നും വേണ്ട. എന്തിനാ വെറുതെ അവരും ഇത് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോ നല്ലത് എന്ന് പറഞ്ഞിട്ട് വേറുള്ള ആൾക്കാരെ മോശാക്കാനും പാടില്ല കേട്ടോ. അപ്പൊ അല്ല, നമ്മള് എന്താ ഒരാളെ ഇപ്പൊ ഞാൻ തന്നെ നല്ലത് അല്ലെങ്കിൽ സുകന്യ മോശം അങ്ങനെയല്ലല്ലോ. രണ്ടുപേരുടേതായ ക്വാളിറ്റികൾ ഉണ്ടാവും. രണ്ടുപേരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ മാനിക്കുക തന്നെ വേണം. ചില ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ് എന്താ വെച്ചാൽ അനിയേട്ടൻ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞാൽ ഇപ്പൊ സുകന്യ ഇന്നത്തെ രാവിലത്തെ വീഡിയോയില് ഇന്നത്തെ രാവിലത്തെ വീഡിയോയില് ആദ്യമായിട്ട് ഞാൻ അതിൽ പറയുന്നത് നിങ്ങൾ ആരും കേട്ടില്ല തോന്നുന്നുണ്ട്. സുകന്യ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കൂടുകയാണ്. 10 വർഷങ്ങൾ അവൾ വന്നിട്ട് ആദ്യമായിട്ട് അവൾക്ക് അതിന് താല്പര്യം ഉണ്ടായിട്ടില്ല, അവള് ചെയ്തിട്ടില്ല. ഇന്നിപ്പോ എന്താ വെച്ചാൽ അച്ചുട്ടിക്ക് ചെയ്യാൻ ഒഴിവില്ലാത്ത കൊണ്ട് ചെയ്ത. അപ്പൊ അനിലും ഭാര്യയും പാടെ കളിയാക്കുകയാണെന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്. ഒരു കുടുംബത്തില് നമ്മൾ ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു 4-5 വർഷം നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിട്ട് ഇന്ന് വരെ ഇപ്പൊ വരെ അപ്പൊ ചായ കൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ കടത്തവര്, ഇവിടെ വെപ്പും കഴിക്കലവര്, എല്ലാ കാര്യങ്ങളും അവിടെയും വെച്ച് ഞങ്ങൾ ചെയ്തിട്ട് എവിടെയാണ് കളിയാക്കണത്, അല്ലെങ്കിൽ എവിടെയാണ് അവൾക്ക് ഒരു അവസരം കൊടുക്കാതിരിക്കണത് എനിക്കറിയില്ല. അപ്പോ ഇനി നിങ്ങൾ അവസരം എന്ന് പറയുന്നത് എന്തവസരമാണ് കൊടുക്കേണ്ടത് എനിക്ക് അതും അറിയില്ല. പിന്നെ ഞാൻ ഇത് പറയാണ്, ഇതുവരെ സുകന്യയുടെ എന്താ സ്വഭാവം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അനിയേട്ടൻ അങ്ങനെ തമാശകൾ പറഞ്ഞാൽ മാത്രമാണ് സുകന്യ എന്തെങ്കിലും സംസാരിക്കുള്ളൂ, ഇല്ലെങ്കിൽ സുകന്യ ഇങ്ങനെ ഇരിക്കും അവിടെ. അപ്പൊ ഓരോരുത്തർക്ക് ഞാൻ അവസരം കൊടുക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ 2 കിലോമീറ്റർ അപ്പുറത്താണ് അവളുടെ വീട്. പറയിപ്പിക്കുക അല്ല, ഇപ്പൊ അമ്മൂട്ടിക്ക് കണ്ടോ, അമ്മൂട്ടിന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് ഇതാവുക എന്നല്ലാതാ. ഇതാണ് അമ്മൂന്റെ പ്രകൃതം. എനിക്കിപ്പോ അമ്മൂനെ പിടിച്ചിട്ട് എൻ്റെ അമ്മൂ പിന്നെ ചെയ്യുക അങ്ങനെ അത് അവസരം കൊടുക്കാണ്ടല്ലോ. എൻ്റെ മക്കള് വളർന്നു വരുന്നുണ്ട്. എൻ്റെ അമ്മൂന് 17 വയസ്സ്, ചെറിയ ഉള്ള കുട്ടിയൊന്നുമല്ല, 17 വയസ്സായി. അമ്മൂട്ടിക്ക് അറിയാം എങ്ങനെയാണ് ഞാനെന്ന്. എൻ്റെ അമ്മ എപ്പോഴും പറയണ ഒരു കാര്യമാണ് എന്താണെന്നറിയോ, അമ്മ എന്താ ഇങ്ങനെ പാവാവണമെന്ന് ചോദിച്ചിട്ട് എന്നെ ചീത്ത അറിയാറുണ്ട്. എനിക്ക് നിങ്ങളുടെ പാവത്തിന്റെ സർട്ടിഫിക്കറ്റും വേണ്ട കേട്ടോ. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ നല്ല പോലെ ദേഷ്യപ്പെടും. അല്ലാതെ ഞാനിങ്ങനെ ഇതായിട്ടിരിക്കില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും. കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കരയും. എന്തായാലും തല്ലാൻ തോന്നിക്കഴിഞ്ഞാൽ മക്കള് തെറ്റുണ്ട് കഴിഞ്ഞാൽ തല്ലും. ആദ്യം എനിക്ക് ദേഷ്യം വരിക, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സങ്കടം വരിക. അപ്പോൾ ഞാൻ തല്ലാൻ, എൻ്റെ മക്കൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ തല്ലും. സുകന്യനെ ഞാൻ എൻ്റെ ഒരു മകളെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ടിട്ടുള്ളൂ. ഇന്നേ വരെ അവള് വന്ന് 10 വർഷം കഴിഞ്ഞു, ഇതുവരെ ഇത്ര വർഷമായി. ഞാൻ വന്നിട്ട് 19 വർഷം കഴിഞ്ഞ് 20ാമത്തെ വർഷത്തേക്ക് പോകണു. ഇതുവരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ഇളയിച്ചി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചോറും കറിയും വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയോ? ഞാൻ ഇന്നേ വരെ സുകന്യ നീ എന്താ അത് ചെയ്യാത്തത്, അല്ലെങ്കിൽ സുകന്യ നീ എന്താ അങ്ങനെ, എനിക്ക് വയ്ക്കണ സമയത്ത് ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അല്ലമ്മോ? ഇപ്പൊ കുട്ടികളുടെ നമ്മൾ 2 കാണിച്ചിട്ട് ഇതുവരെ അല്ല. എൻ്റെ മക്കളെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പൊ എൻ്റെ വാഷിംഗ് മെഷീനിന്റെ ഉള്ളിൽ വന്ന് നോക്കിയാൽ ആ കുട്ടികൾ അവരുടെ മക്കളുടെ ഫുള്ള് തുണികളുണ്ടാവും. ഇനിയിപ്പോൾ അവരുടെ മക്കളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറായിട്ട് തീർക്കരുത് കേട്ടോ. അത് ഈ 6 ആളുടെയും ഒരു സാധനമാണോ എന്ന് വെച്ചാൽ ഈ 6 ആൾക്ക് എന്താണ് ഞാൻ അവൾക്ക് അവസരം കൊടുക്കാത്തത്? നിങ്ങൾ എന്ത് അല്ല പറയുമ്പോ പറയണ്ട എന്ന് പറയാണ്. പ്രസ്റ്റേജിന് അനിയേട്ടൻ കളിയാക്കിയ പോലെ എന്തിനാണ് സുകന്യയുടെ ഭർത്താവിന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ സുകന്യയുടെ ഭർത്താവ് ഇപ്പോഴല്ലേ മമ്മൂട്ടി ഇവിടുന്ന് പോയത്, ഇവിടെ കിടക്കുകയായിരുന്നു കേട്ടാ. ഇത്ര നേരം ഇവിടെ കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് പോയത്. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ എന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് തറവാടുണ്ട്, അവർ തറവാട്ടിൽ മാത്രം കഴിഞ്ഞോട്ടെ, നമ്മൾ പുതിയ വീട്ടിൽ മാത്രം കഴിഞ്ഞോട്ടെ പറഞ്ഞിട്ടാണോ ഞങ്ങൾ ഇരിക്കുന്നത്? ഞങ്ങളിപ്പല്ലേ ഒരു വീട്ടിൽ ഭക്ഷണം 2 ഇടത്തും ഇപ്പൊ അധികം ആൾക്കാരും ഇവിടെ ഇരിക്കും. തറവാട്ടിൽ ആരും ഇല്ലാത്ത പോലെയാണ് എല്ലാവരും. ഇവിടെ അമ്മ മാത്രമാണ് അവിടെ കുറച്ചേരം ഇരിക്കുള്ളൂ. അതെന്താണെന്നറിയാം, ഇവിടെ അമ്മയ്ക്ക് ഈ ടൈലിൽ നിൽക്കുമ്പോൾ കാല് വേദനിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ നെഗറ്റീവ് ഇടുന്ന ഇപ്പൊ ആദ്യം പ്രസീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ പ്രസിക്ക് പ്രസി എന്താ വെച്ചാൽ സുകന്യ പാവായതും കൊണ്ട് സുകന്യനെ ഭയങ്കരമായി പീഡിപ്പിക്കും കൊണ്ട് പ്രസീനെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ അറിയണ ഒരാളും എനിക്ക് ചീത്തവശങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, ഇല്ലാന്നൊന്നും പറയില്ല. ഞാൻ വലിയ നല്ലവളാന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് നല്ലതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ നല്ല രീതിയിൽ കൂടെ തന്നെ മാത്രം തന്നെ ഞാൻ പോകണുള്ളൂ. ആ ഒരു വഴിയില്ലേ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ ഈ കമന്റ് ഇടുന്നവർ ഇപ്പോൾ ഇളയച്ചിയോടും ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ സുകന്യ
എന്താ രജി, ഏട്ടൻ്റെ പെങ്ങള്, ഞങ്ങൾ 4 പേരും അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളികളും തമാശകൾ പറഞ്ഞിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും അല്ലേ അമ്മോ. ഓരോരുത്തർക്ക് വീഡിയോ, എൻ്റെ മക്കളിത് കാണണല്ലേ. അതും കൂടി പറയട്ടെ, വണ്ടി ഇറങ്ങുക അവിടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ വീട് കഴിഞ്ഞിട്ടാണ് ഈ വീട്. നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണുണ്ടോ. ഞാൻ യൂണിഫോമും തുണികളൊക്കെ അത് അവിടെ ഉണ്ട്. ഞങ്ങൾ കഴിക്കാൻ മാത്രം ഞങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ അല്ലേ. ആ അപ്പൊ ഇതൊക്കെ അല്ലേ, ഇത് ഞങ്ങള് വേറെ വെപ്പും അവിടെ വെപ്പാണ്. ഞങ്ങളൊരു വീടായിട്ടാ കഴിയണത്. ഇപ്പൊ 2 ഇടത്ത് പൂക്കൾ ഇടുന്നുണ്ട്. എന്താ പിന്നെ ഇതില് എന്താ സുകന്യയുടെ ബിസിനസ് ആരാണ് ഭരിക്കണത്? പ്രസിയാണ് ഭരിക്കണത്. ശരിയാണ്. ഇതിലിപ്പോ അനിയൻ ഇവിടേക്ക് പോയി. എവിടേക്കെന്നറിയോ? പണിസ്ഥലത്തേക്ക് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയി. സുകന്യാണ് പറഞ്ഞാൽ ശരിക്കും അവൾക്ക് ഇതിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ കാര്യം അറിയില്ല. അപ്പം എനിക്കാണിത് കാര്യം അറിയാം. എന്നെങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആരെങ്കിലും 1 രൂപ ഇട്ടിട്ടുണ്ടോ? എൻ്റെ അക്കൗണ്ടിലേക്കല്ല, എനിക്ക് അക്കൗണ്ട് ഇല്ല കേട്ടോ. അനിൽ സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഈ തുണിയുടെ ഭാഗമായിട്ട് നിങ്ങളൊരു പൈസ ഇട്ടിട്ടുണ്ടോ? ഓർണമെന്റ്സിൻ്റെ ഇട്ടിട്ടുണ്ടാവും. ചില ചേച്ചിമാർ 2 ചേച്ചിമാർ മറ്റേ നമുക്കത് ഉറപ്പുണ്ട്. അനിയൻ്റെ ഫോണിൽ എന്തോ പൈസ കയറണില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എന്നെങ്കിലും നിങ്ങൾ ഇട്ടിട്ടുണ്ടോ? കാരണം ഞാൻ നന്നാവുമ്പോൾ എൻ്റെ കൂടപ്പിറപ്പുകളും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം എനിക്ക് അതാണ് വേണ്ടുള്ളൂ. കാരണം അനിയേട്ടൻ്റെ 2 അനിയന്മാരും അനിയത്തിമാരാച്ചാലും എൻ്റെ കുടുംബമാണെന്ന് വെച്ചാലും ഞങ്ങൾ നന്നായാലാണ് ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് ആ സന്തോഷം ഉണ്ടാവുള്ളൂ. കൂടപ്പിറപ്പുകൾക്ക് ഒന്നും സഹായം ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കണതിൽ എന്താണ് അർത്ഥം? നമ്മൾ എന്തായാലും മരിച്ചു പോകും. ഞാൻ എന്തായാലും ഒരു 150 വർഷമൊന്നും ഞാൻ ഇരിക്കില്ല, അത് ഉറപ്പാണ്. ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ദൈവം തന്നൊരവസരമാണ് നമുക്കൊരു ചാനൽ. ഈ ചാനലിൽ കൂടെ അവർക്ക് എന്തായാലും യൂട്യൂബ് വീഡിയോ ഇടാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ബിസിനസ്സാണെന്ന് വെച്ചാൽ അവർ നന്നാവുക വെച്ചാൽ എനിക്ക് സന്തോഷമല്ലേ. അതിലേക്ക് ഒരു ഭാഗമാവാൻ പറ്റണത് എൻ്റെ വലിയൊരു എങ്ങനെ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. ഇതിലിപ്പോൾ ഞാനാണ് അഭിപ്രായം പറയുന്നത്. ഇതിൽ വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും പ്രസ്തേച്ചിനെ തരുമോ സതിയേട്ടാന്ന് പറയുമ്പോൾ ചിലവർ തന്നെ പറയും സതിയേട്ടനാണോ എന്ന് ചോദിച്ചിട്ട് വർത്താനം പറയും. അപ്പം അതെന്തും കൊണ്ടാണ്? അത്രയും നമ്മളെ സ്നേഹിക്കും കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ചെയ്യാറുണ്ട് എന്തെന്നറിയോ, ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രിയും പകലൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് കുറച്ച് തുണികൾ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ പേരിലാണ് പറഞ്ഞാലും എന്നെ ഇഷ്ടമുള്ളവർ വാങ്ങില്ലേ. എനിക്ക് അതിനിപ്പോൾ സുകന്യയുടെ പേരിക്കാണ് അല്ലെങ്കിൽ സതിയേട്ടൻ്റെ പേരിക്കാണെന്നൊന്നും എനിക്ക് പറയേണ്ട ഒരാവശ്യമില്ല. അതെന്തും കൊണ്ട് അവർക്ക് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നു. നമ്മൾ നേരെയാകുമ്പോൾ ഇപ്പം ഞാൻ 10 പേർക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ സാരി കൊടുത്തു. നമ്മളിത് ആർക്കും പബ്ലിക്കാക്കിയിട്ടൊന്നുമല്ല, ഞാൻ ഇത് കാണിച്ചു കൊടുത്തല്ലേ. ഇപ്പം ആർക്ക് സാരി കൊടുക്കാൻ പോയിക്കല്ലേ? ഇപ്പം സാരി കൊണ്ടേ കൊടുക്കാൻ പോയിക്കാണ് അനിയൻ. അപ്പോൾ നമ്മളത് കൊടുക്കണത് എന്തും കൊണ്ടാണ്? നമ്മളിത് ആരോടും പറഞ്ഞിട്ടല്ല. എനിക്ക് ഒരുപാട് വരുമാനം കിട്ടിയിട്ടില്ല, എൻ്റെ സന്തോഷമാണ്. കാരണം നമ്മളൊരു സമയത്ത് ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് എൻ്റെ അമ്മല്ലേ അടുത്ത വീട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ഒരു സാരി തരുമോ കല്യാണത്തിന് പോകാനാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കഴുത്തിലെ മാല അടക്കം അങ്ങനെ ഓരി വാങ്ങിയിട്ട് ഇട്ടിട്ട് പോയ ഇതുണ്ട്. എനിക്കതിൽ പറയാൻ നാണക്കെടുമില്ല. അപ്പോൾ എനിക്കപ്പോൾ അതൊന്ന് കിട്ടുമ്പോൾ അതിലൊരു 10 പേർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ അല്ലേ ഏട്ടാ? അപ്പം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞുമക്കൾക്ക് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. എൻ്റെ അമ്മൂൻ്റെയും അച്ഛൻ്റെയൊക്കെ പ്രായത്തിലേക്കാളും ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ അച്ഛനോ അമ്മയോ അങ്ങനെ ഇല്ലാത്ത മക്കൾക്ക്. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇപ്പോൾ ഈ സാരിയുടെ ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ കൂട്ടത്തോടെ കുറച്ചെടുക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. പക്ഷെ ദൈവം സാധിപ്പിച്ച് തരട്ടെ, സാധിപ്പിച്ച് തരികയാണോ എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കുറ്റങ്ങൾ പറഞ്ഞോളൂ, കുറവുകൾ പറഞ്ഞോളൂ, ഒറ്റ കുഴപ്പമില്ല. പക്ഷെ അത് പൊട്ടിയാണ് അല്ലെങ്കിൽ വേറെ രീതിയിലാണ് എന്നൊന്നും നിങ്ങളൊരാളെ പറയരുത്. കാരണം ദൈവം നമ്മുടെ മൈൻഡൊക്കെ മാറ്റാൻ കുറച്ച് നിമിഷങ്ങൾ മതി അല്ലേ? നന്നായിരുന്നാലും അപ്പോൾ ഒരാളെയും നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നത് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ വീഡിയോ കുഞ്ചൂസ് ഫാമിലി കാണാതിരിക്കുക. ഈ നെഗറ്റീവ് ഇടുന്നവരോട് അത് മാത്രമേ എനിക്ക് പറയുള്ളൂ അല്ലേ? നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ എനിക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മളെ മനസ്സിലാവണവരും നമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്യും. ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഓരോ സുകന്യനെ വെച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണണ്ട. 1000 എത്രയും ചാനലുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ. എനിക്ക് എന്നെ ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ വരും. അതിന് നമ്മൾ നല്ല രീതിയിലാണ് വെച്ചാൽ ദൈവം എനിക്ക് കൂട്ടു നിൽക്കും. നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ ആരും എങ്ങനെ പറയുക, ഒന്നുമില്ലായ്മയെന്ന് ഇപ്പോഴും നമ്മൾ വലിയ ആളായി എന്നല്ല പറയുന്നത്, ഒന്നുമില്ലായ്മയെന്നും
ദൈവത്തിൻ്റെ ഓരോ കുരുത്തം കൊണ്ടും നമ്മുടെ നല്ല ഇതും കൊണ്ടും വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ താങ്ങാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഒരു വഴി അടയുമ്പോൾ മറ്റേ വഴി തുറക്കാതെ ഒരിക്കില്ലല്ലോ. അപ്പോൾ പറയട്ടോ, എന്നെയാണോ വെച്ചാലും സുകന്യനാണോ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നും. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോവും. എൻ്റെ കുഞ്ഞനിയത്തിയായിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പായിട്ട് അവൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ മക്കളുടെ ചെറിയമ്മയായിട്ടും. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഡ്രസ്സ് വാങ്ങി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഇങ്ങനെ നല്ല നന്ദി പറഞ്ഞ എല്ലാവർക്കും, വിളിച്ച് പറയുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. ഇത് ഞാൻ പറയില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇങ്ങനെ ഇതിൽ പൊട്ടീന്നൊക്കെ ഇങ്ങനെ എഴുതി കണ്ടപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരി.